റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മക്ക മുശ്രിക്കീങ്ങളായ സ്ത്രീകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അന്ന് നടന്നിരുന്ന ഒരു കല്യാണത്തിലേക്ക് ക്ഷണിച്ച് അവർ ഓൾറെഡി പ്ലാൻ ചെയ്ത് നമുക്ക് ഫാത്തിമയെ ക്ഷണിക്കാം റളിയല്ലാഹു അൻഹ. അവര് എപ്പോഴും മുഷിഞ്ഞ ഡ്രസ്സ് ഇടുക, പഴയ ഡ്രസ്സ് ഇടുക, ദ്രവിച്ച ഡ്രസ്സ്. അപ്പൊ നമുക്ക് അവരെ ക്ഷണിച്ചാൽ അവർക്ക് എന്തായാലും വരേണ്ടി വരും. വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പഴയ ഡ്രസ്സായിരിക്കും ഇട്ട് വരുന്നത്. അപ്പൊ നമുക്കൊരു അവസരം കിട്ടും കളിയാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പരമാവധി കളിയാക്കാനും കൂടി ഒരു അവസരമാവും അത് എന്നുള്ള രീതിയിൽ മക്ക മുശ്രിക്കുകളിൽ പെട്ട സ്ത്രീകൾ പ്ലാൻ ചെയ്തു. അങ്ങനെ അവർ ചെന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കല്യാണത്തിന് ക്ഷണിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ എൻ്റെ ഉപ്പയോട് ചോദിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിൽ ഹാജരായിക്കൊണ്ട് സമ്മതം ചോദിച്ചു, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. എന്നിട്ട് ഈ വിഷയവും പറഞ്ഞു, ഞാൻ പോയി കഴിഞ്ഞാൽ അവരുടെ ഉദ്ദേശം എന്നെ കളിയാക്കലാണ് എൻ്റെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ. എന്നാൽ പോവാതിരുന്നാലും അവരതന്നെ ചെയ്യും, ക്ഷണിച്ചിട്ട് ചെന്നില്ല എന്നുള്ള പരാതിക്കാരാവും. അപ്പോഴും വിഷയമാണ്. അപ്പൊ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം, സ്വർഗത്തിൽ നിന്നും നിനക്ക് 2 വസ്ത്രങ്ങൾ വരുത്തിത്തരാം. അതിനുവേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഞാൻ പറയാം, അത് ധരിച്ചുകൊണ്ട് നീ പോകണം എന്ന് പറഞ്ഞു. അപ്പൊ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞ്, വേണ്ടപ്പ, അത് വേണ്ട എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ആ വസ്ത്രം ധരിച്ചിട്ട് പോയിക്കോന്ന് പറഞ്ഞു. അപ്പൊ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആയിക്കോട്ടെ, ഞാനത് ആ വസ്ത്രം ധരിക്കാം. പക്ഷെ ഞാൻ അതിന്റെ മുകളിലായിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എന്റെ പഴയ ഡ്രസ്സും കൂടി ധരിക്കും, എന്നിട്ടാ ഞാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ സമ്മതിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നും വസ്ത്രം കിട്ടി. ഫാത്തിമ റളിയല്ലാഹു അൻഹ അത് ധരിച്ചുകൊണ്ട് ആ കല്യാണത്തിന് ഹാജരായി. അപ്പോ അവര് ഭാഗ്യമായി കാണുന്നത് ഈ പഴകിയ ഡ്രസ്സാണ്. പറഞ്ഞ പോലെ തന്നെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കളിയാക്കാൻ തുടങ്ങി. പലതരം ജോക്ക് പറഞ്ഞുകൊണ്ട് ഫാത്തിമാവിയെ വിഷമപ്പെടുത്തി. ആ സമയത്ത് ആ അണിയറയിൽ നിന്നും ആരെ കല്യാണമാണ് നടക്കുന്നത് ആ സ്ത്രീ പുറത്തേക്ക് വന്ന് അതിന്റെ സകലവിധ അലങ്കാരങ്ങളും വേഷഭൂഷാദികളോടും കൂടിക്കാണ് പുറത്തേക്ക് വന്ന്. അപ്പൊ അവരെ ആ ഡ്രസ്സിന്റെ മഹത്വം മേന്മ കാണിക്കലായിരുന്നു ഉദ്ദേശം. എന്നിട്ട് കണ്ടപാടെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഡ്രസ്സിലേക്ക് നോക്കിക്കൊണ്ട് കളിയാക്കി, റസൂലുള്ള എന്ന് പറയുന്ന ആളെ മോളാണോ ഇത്, ഇത്രയും പഴകിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതെ, ഞാനാണ് ഫാത്തിമ, അന ബിന്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോളാണ് എന്ന് പറഞ്ഞു. ആ വാക്ക് പറഞ്ഞ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മുഖത്തു നിന്നും പ്രത്യേകമായ പ്രകാശരശ്മികൾ ഉതിർന്നു വരികയും അതിന്റെ ആ ഒരു പ്രസരിപ്പ് കൊണ്ട്, മഹത്വം കൊണ്ട് ആ കല്യാണപ്പെണ്ണ് അവിടെ ബോധം കെട്ട് വീഴുകയും ചെയ്തു. അപ്പോ അവളെ എണീപ്പിക്കാനും വെള്ളം കുടഞ്ഞ് ബോധം വരുത്താനും വേണ്ടിയിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ അടക്കമുള്ള ആളുകൾ മുതിർന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഈ പഴകിയ ഡ്രസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും കീറി പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും ശരിക്കുള്ള ഡ്രസ്സ് വെളിപ്പെട്ടു. അങ്ങനെ ആ സ്ത്രീക്ക് ബോധം വന്ന സമയത്ത് വീണ്ടും നേരെ കാണുന്നത് ഈ പുതിയ ഡ്രസ്സാണ്. ആ ഡ്രസ്സ് കണ്ടുകൊണ്ട് വീണ്ടും ബോധം കിട്ടും. അങ്ങനെ ആ ഡ്രസ്സിന്റെ ഒരു അലങ്കാരം, അതിന്റെ മഹത്വം, ഗാംഭീര്യം കണ്ടുകൊണ്ട് എല്ലാവരും ആകെ ആശ്ചര്യഭരിതരായി. കാരണം അവരൊരിക്കലും കാണാത്ത ഡ്രസ്സാണത്. സങ്കല്പിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള മഹത്വം, ഭംഗിയുള്ള ഡ്രസ്സാണ്. അങ്ങനെ അവസാനം അവര് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. അങ്ങനെ ആ ബോധം കെട്ട സ്ത്രീ വീണ്ടും ബോധം കെട്ടുകൊണ്ട് പിന്നീട് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഒരു ജൽവ അത് പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ടുകൊണ്ട് അത് വഫാത്തായി പോയി. അങ്ങനെ ആകെ വെപ്രാളം, പ്രശ്നങ്ങളൊക്കെ ആയി. അവസാനം ആ സ്ത്രീകൾ ക്വസ്റ്റ്യൻ ചെയ്തത് എന്തോ മാജിക്കാണ്, സിഹിറാണ്, മന്ത്രാണ്, മായ എന്നൊക്കെ പറഞ്ഞ കണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ടായി. അവസാനം അവരാവശ്യപ്പെട്ട്, നിങ്ങൾ ഈ ആളെ കൊന്നു കളഞ്ഞല്ലോ, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, നിങ്ങൾ അസൽ ഹക്കീക്കത്തിലാണെങ്കിൽ നിങ്ങൾ ഈ സ്ത്രീയെ ജീവിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ ബീദിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ എണീപ്പിച്ചു. ആ സ്ത്രീക്ക് ജീവൻ തിരിച്ചു വന്ന്
അങ്ങനെ എന്ത് ചെയ്ത് ഈ സ്ത്രീകളെല്ലാവരും ഫാത്തിമ ബിൽ വിശ്വസിക്കുന്നു.